ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിംഗിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുന്ന പാസ്റ്റർ NT സാംകുട്ടി, ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് പുത്തൻകുരിശ്. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് ഈ പ്രയർ ലൈനിൽ വരുവാനിടയായത് നമുക്കറിയാം. നമ്മുടെ പ്രയർ ലൈനിൻ്റെ വളരെ അവിഭാജ്യ ഘടകമായിരുന്ന ഒരു സജീവ സാന്നിധ്യമായിരുന്ന പാസ്റ്റർ മാത്യു വർഗീസ് അകാലത്തിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. കർത്താവിൻ്റെ ദാസന് ഫ്യൂണറലിനോടൊക്കെ അനുബന്ധിച്ചാണ് നമ്മൾ പാസ്റ്റർ NT സാംകുട്ടിയുമായിട്ട് പരിചയപ്പെടുന്നതിന് ഇടയായത്. കർത്താവിൻ്റെ ദാസന് ഈ പ്രയർ ലൈനിൽ അന്നു മുതൽ വളരെ പതിവായിട്ട് സമ്മതിക്കുന്നു. ഇന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ആഗതനായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചില വാചകങ്ങൾ പറയുന്നത് ഔചിത്യപൂർണമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസന് ചർച്ച കൂടാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഒരു മറ്റുള്ള അഗതികളെ, നിവൃത്തിയില്ലാത്തവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഭവനമൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ ചെയ്യുന്ന, കുടുംബമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് വളരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്വാഗതം, ഹൃദയം നിറഞ്ഞ സ്വാഗതം, നന്ദിയൊക്കെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. അടുത്ത നിമിഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കർത്താവെ, നീ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. താങ്ക് യു. പാസ്റ്റർ NT സാംകുട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് സ്തോത്രം. ഈ ചിക്കാഗോ പ്രയർ ലൈനിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം സഹായിച്ചു പോരുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവഭൃത്യൻ ഓർപ്പിച്ചതുപോലെ ചില ദിവസങ്ങൾക്ക് മുൻപാണ് എനിക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടായത്. കഴിഞ്ഞ ചില വർഷങ്ങളായി തുടർന്ന് പോരുന്നതായ പ്രയർ ലൈൻ അനേക ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാന്, വിടുതൽ അനുഭവിപ്പാനൊക്കെ ഇടയായല്ലോ. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഞാൻ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഫുൾ ഗോസ്പൽ അഥവാ മുളക്കഴിയുടെ അണ്ടറിൽ ആണ് ഒരു ശുശ്രൂഷകനായി തുടർന്ന് പോരുന്നത്. പിറവം സെൻറ്ററിൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ 24 വർഷമായി ഒരു വൃദ്ധമന്ദിരം ആരംഭിച്ചു പോരുന്നു. ഒരു മാതാക്കളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഒരു 100-150 പേരെയോളം ഇത്രയും വർഷങ്ങൾ കൊണ്ട് പരിപാലിപ്പാനിടയായി. ജോലിക്കാരൊന്നുമില്ല, എൻ്റെ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോരുന്നത്. കാരണം നമുക്ക് അതിനുള്ള സാമ്പത്തിക വരുമാനമോ മറ്റൊന്നുമില്ല. ഞങ്ങളുടെ ദൈവം തരുന്ന നന്മകളും പിന്നെ എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ ചില ഇടയ്ക്ക് സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. വിദേശ വരുമാനമോ മറ്റൊന്നുമില്ല. 24 വർഷമായി അങ്ങനെ ഒരു പ്രവർത്തനവും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തു പോരുന്നു. ദൈവം ഇത്രത്തോളമൊക്കെ നടത്തി. ദൈവത്തിൻ്റെ അതുകൊണ്ട് വലിയ വീടോ മറ്റൊന്നും ഞങ്ങൾക്ക് പണിയാനൊന്നും പറ്റിയില്ല. കർത്താവ് തന്നൊരു ചെറിയ ഭവനമുണ്ട്. ആ ഭവനത്തിനകത്താണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഒരു വീടിൻ്റെ അന്തരീക്ഷമാണ്. അനേകർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിത്യതയിൽ ചേർക്കുവാൻ തക്കവണ്ണം കർത്താവിടെയായി ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനുകളിൽ മറ്റ് തള്ളപ്പെട്ട ഇടങ്ങളിലൊക്കെ കിടന്നവരെയാണ് കൊണ്ടുവന്ന് ഇങ്ങനെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ അതിൽ 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞും ഒരു അമ്മയും കൂടെ ഇവിടെ വന്നു. അതിൻ്റെ വിവാഹമാണ്. ഈ മാസം 19-ാം തീയതി അതിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്നു. ആരുമില്ല, അവൾക്ക് അച്ഛനില്ല. ഒരു നായർ കുടുംബത്തിൽപ്പെട്ടത് അമ്മയുണ്ട്. അമ്മയ്ക്ക് ശാരീരികമായും മാനസികമായ ഒരു അസ്വസ്ഥതയുള്ളതാണ്. കർത്താവ് ഇതുവരെ നടത്തി അതിനെ പഠിപ്പിച്ചു. ഇപ്പോൾ അവളെ വിവാഹം 23 വയസ്സ് തികഞ്ഞു അവൾക്ക്. അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ മാസം ദൈവം അനുവദിച്ച് എൻ്റെ വിവാഹം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കേൾവിക്കാരായ നിങ്ങളെല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. തികച്ചും ദൈവമാണ് ഈ വിഷയങ്ങൾ നടത്തിക്കൊണ്ട് പോരുന്നത്. ഇത്രയാണ്. 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, 3 കൊച്ചുമക്കളുണ്ട്. 4-മത്തത് മൂത്ത മകള് ഗർഭിണിയാണ്. അവളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ അനീഷ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ രാജൻ പാസ്റ്ററാണല്ലോ
എനിക്ക് നമ്പർ തരികയും ലിങ്കിലേക്ക് പ്രവേശിപ്പാനിടയായത് ആ മാത്യു വർഗീസ് പാസ്റ്റർ മരണത്തോടുകൂടി എനിക്ക് വേണ്ടിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ പകൽക്കാലം അല്പനേരം ചിന്തിക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള 2-3 വചനങ്ങൾ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടും ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടും നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ദൈവനാമത്തിന് സ്തോത്രം. എബ്രായ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ലേഖനം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഒരു ഈടുറ്റ ഒരു ലേഖനം അത്രേ, നമുക്കറിയാം. ഞാൻ അതിന്റെ പശ്ചാത്തലങ്ങളിലൊന്നും പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ എബ്രായ സഭ പലപ്പോഴും വഴുതിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവാത്മാവ് കാണിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. കർത്താവായ യേശുവിനെ കുറിച്ചും ഭക്തന്മാരെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടും വീഴ്ചയും എഴുന്നേൽപ്പും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ദൈവാത്മാവ് 3-ാമത്തെ അധ്യായ തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ എന്ന സംബോധന ചെയ്തേക്കുന്നത്. എന്നിട്ട് കർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, സ്തോത്രം. അത് വായിച്ച് താഴോട്ട് വരുമ്പോഴാ ഈ ഒരു പദം, ഞാൻ എല്ലാം ഉച്ചരിപ്പാൻ നമുക്ക് സമയമില്ലല്ലോ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നമ്മളെല്ലാം, നമുക്ക് വിശ്വാസികളായ നമ്മളെ തന്നെ ലോകം സംബോധന ചെയ്യുന്നത് അത് വിശ്വാസിയ ഏതാ? പെന്തക്കോസ്ത് വിശ്വാസി എന്നാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നും ആത്മീകരെന്ന് അനുമാനിച്ച അനേകരിന്ന് വ്യതിചലിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലയളവിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദൈവദാസിമാർ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചു, അന്ത്യകാലമെന്ന്. അന്ത്യകാലത്തിന്റെ ഒടുവിലത്തെ സമയമാണ് ഈ 21-ാം നൂറ്റാണ്ടിന്റെ അവസാന പീരീഡിലേക്ക് നമ്മൾ ദൈവസഭ എത്തിയിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അനേകര് വിശ്വാസ ജീവിതത്തിൽ നിന്നും വ്യതിചലിച്ച് വീണു പോയവരായി നമുക്ക് കാണുവാനായി കഴിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരുണയാൽ ഞാൻ പൊതു ശുശ്രൂഷയ്ക്കും കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ അനേക മനുഷ്യരെ ഞാൻ കാണാറുണ്ട്. ശുശ്രൂഷിക്കുന്ന വേളയിൽ കർത്താവ് എന്നെ അറിയിക്കാറുണ്ട് ഓരോരുത്തരെ കുറിച്ച്. നമ്മൾ ശുശ്രൂഷിച്ചിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആലോചന, ദൈവം ഇടപെടുമല്ലോ. അപ്പോ ആത്മീക ജീവിതം, ഇപ്പൊ ഞാൻ വായിച്ചു നിർത്തിയതിന്റെ അവസാന വാക്യം നമ്മൾ വായിച്ചത്, നമ്മുടെ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളണം. മുറുകെ പിടിച്ചു കൊള്ളുവാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് വീണു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ കേൾവിയാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, അഭിഷേകം പ്രാപിച്ചു, ആരാധനയിൽ പങ്കെടുക്കുന്നു, കർത്തൃമേശയ്ക്ക് അനുഭവിക്കുകയാണ്. എല്ലാം ചെയ്തു പോരുമ്പോൾ തന്നെ ഒരു സ്വയപരിശോധന, ആദ്യത്തെ വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, അതോ എവിടെയാണ് നമുക്കൊരു പോരായ്മ സംഭവിച്ചിരിക്കുന്നത്? ആത്മീയ ആരാധനയുണ്ടെങ്കിലും ആ അഭിഷേകത്തിന്റെ ആ തീക്കനൽ, അന്ന് വീണ തീക്കനൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായി കഴിയുന്നില്ല. വിശ്വാസം അന്നുണ്ടായിരുന്നു, ശക്തിയേറിയ വിശ്വാസം. നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിനകത്ത് പണ്ട് എൻ്റെ കുഞ്ഞു കാലത്തൊക്കെ, ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞത്. അപ്പൊ ആ കാലഘട്ടത്തിൽ മരുന്ന് പോലും ഉപയോഗിക്കുക, എൻ്റെ അപ്പച്ചന് മരിച്ചുപോയി. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മരുന്ന് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല, മരുന്ന് കഴിക്കത്തില്ല. അത് അവരുടെ വിശ്വാസമാണ്. ഇന്ന് അങ്ങനെയല്ല. നമ്മളെല്ലാവരും മരുന്ന് കഴിക്കുന്ന പാപമെന്നോ തെറ്റെന്നോ ഞാൻ പറയുന്നില്ല. ഇന്ന് നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നവരാണ്.
അപ്പോ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എവിടെയൊക്കെയോ പോരായ്മ പിശാച് വരുത്തി നമ്മെ വീഴ്ത്തേണ്ടതിനായി നോക്കുന്ന അനുഭവങ്ങളുണ്ട്. പല നിലകളിലുള്ള വിശ്വാസ കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. യേശുക്രിസ്തു തന്നെ തന്റെ ശുശ്രൂഷയുടെ കാലം 3.5 വർഷകാലം കർത്താവിന്റെ ശുശ്രൂഷ വേളയിൽ യേശുവിന്റെ അടുക്കൽ വന്നവരോട് കർത്താവ് പറഞ്ഞത്, ആമേൻ, വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് സൗഖ്യമുണ്ടാകും. വിശ്വാസമുണ്ടോ? വിശ്വാസമാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാനം. വിശ്വാസത്തിന്റെ മേൽ നിൽക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ അളവ് ഇന്ന് പകൽക്കാലം വർദ്ധിപ്പിക്കുവാനിടയാകട്ടെ. രോഗത്താൽ ബന്ധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കടഭാരങ്ങളാൽ ഭാരപ്പെടുമ്പോൾ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഭാരപ്പെടുമ്പോൾ ഒന്ന് ഓർക്കുക ദൈവമക്കള്, എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഉയരങ്ങളിൽ ജീവിക്കുക മാത്രമല്ല, എൻ്റെ ഒപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു പിതാവായ ദൈവം എനിക്കുണ്ട്. അവൻ ജീവിക്കുന്നവനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സകലതും അറിയുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ കരത്തിന് കഴിയാത്ത യാതൊരു പ്രവൃത്തിയില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു ശതാധിപനെ, അവന്റെ ബാല്യക്കാരന് സൗഖ്യമില്ലാതെ അവൻ ഒരു ആളെ പറഞ്ഞു വിടുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അവന്റെ വിശ്വാസം, അവൻ പറയുക, ആ വന്ന യഹൂദന്മാര് പറയുന്നു, ഇവൻ അങ്ങ് ആ കുഞ്ഞിന് വിടുതൽ കൊടുക്കുവാൻ അവൻ യോഗ്യനാ, കാരണം ഞങ്ങൾക്കൊരു പള്ളി പണിത് തന്നു, അവൻ നല്ല മനുഷ്യനാണ് ഒക്കെ പറയുമ്പോഴും യേശു അവന്റെ വീട്ടിനോട്ട് അടുക്കുമ്പോൾ കർത്താവ് ആളയച്ചിട്ട് പറയുന്നത് കേൾക്കുക, അങ്ങന്റെ വീട്ടിന്റെ അകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ അടുക്കൽ വരുവാനും ഞാൻ യോഗ്യനല്ല. ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യൻ. ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോക എന്ന് പറഞ്ഞാൽ വരുന്നു. ആകയാൽ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം. യേശു പറഞ്ഞു, ഇസ്രായേൽ പോലും ഈ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ നോക്കണേ, ഇസ്രായേലിൽ വിശ്വാസം കാണാത്തത് അന്യമതസ്ഥൻ അല്ലെങ്കിൽ അന്യജാതിക്കാരനായ ഒരു വ്യക്തിയുടെ മേൽ ആഴമായ വിശ്വാസം യേശുവിനെ കുറിച്ച് ആമേൻ അവന് ഉണ്ടായിരിക്കുന്നതിനെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ഇന്ന് പകൽ നമുക്കൊന്ന് തുലനം ചെയ്യാം നമ്മുടെ വിശ്വാസത്തിന്റെ ആളെ എവിടം വരെ എത്തി എന്ന്. ഞാൻ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് വേഗം നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കർത്താവിന്റെ സന്നിധം പ്രാർത്ഥനയോടിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള എൻ്റെ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ ഈ സബ്ജക്റ്റ്. ഞാൻ ഈ നിങ്ങളോട് എന്താ സംസാരിക്കേണ്ടതെന്ന് ഓർത്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏൽപ്പിച്ചതായ ഒരു വചനമാണ്, ഒരു ദൂതാണ്. ദൈവത്തിന് സ്തോത്രം. ആർക്കൊക്കെയോ അതിനൊരു പ്രയോജനമുണ്ടാകുമെന്ന് എനിക്ക് നന്നായി അറിയാം. കർത്താവിന്റെ ആത്മാവ് ഇന്ന് അല്പനേരത്തെ പ്രാർത്ഥിച്ച് പറഞ്ഞ ഒരു ദൈവവൃത്യൻ പറയുവാനിടയായല്ലോ, ദൈവത്തിന്റെ വചനം ദൈവമാണ്, ദൈവത്തോളം പ്രായമുണ്ട്, അതിന് പഴക്കമില്ല, അത് എന്നും പുതുക്കമത്രേ. അനേക തവണ നമ്മൾ ഇതെല്ലാം കേൾക്കുന്നതാ. എങ്കിലും ഈ ദൈവവചനം വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുത്താൽ ഇന്ന് പകൽ അതിൻ്റെ പ്രവൃത്തി നിശ്ചയമായും നമ്മിൽ വെളിപ്പെടുവാനിടയാകും. ഇവിടെ ഹെബ്രിയേൽ ദൂതന് സക്കറിയാവിന്റെ അടുക്കൽ വരികയാണ്. ഈ അതിന്റെ 5-ാം വാക്യം വായിച്ച് താഴെ വിടുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന ഭാഗം, അവൾക്ക് എലിസബത്ത് എന്ന പേര്. എലിസബത്ത് അതാരെ? അഹരോന്യ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു. അഹരോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സക്കറിയാവ്. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിലും ദൂതൻ വന്ന് പറഞ്ഞ വാക്ക് വിശ്വസിപ്പാൻ അവന് കഴിയുന്നില്ല. നിങ്ങൾ നോക്കണേ, ആത്മീയരെന്ന് പറഞ്ഞിട്ടോ പുരോഹിതൻ എന്ന് പറഞ്ഞിട്ടോ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടോ
അല്ലെങ്കിൽ മറ്റൊരു പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവദൂത് വിശ്വസിപ്പാൻ നമ്മുടെ ജീവിതം തയ്യാറാകണം. എങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുക കാണുവാനിടയാകും. നമ്മൾ നോക്കുക, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ അബ്രഹാമിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, നിനക്കൊരു തലമുറയെ തരും. 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാനൊരു വലിയ ജാതിയാക്കും. ദൈവം പറഞ്ഞ വാക്തത്വം. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു വാക്തത്വം പഴയ കാലം പണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീകത്തിന്റെ ആരംഭത്തിൽ നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിശ്വസിക്കരുത്. 90 വയസ്സായാലും അത് നിറവേറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഓർക്കണം. 17-ാം അധ്യായം തുടക്കത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നീ എൻ്റെ മുമ്പിൽ നടന്ന് വിശ്വസ്തനായി, എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ എവിടെയോ നിഷ്കളങ്കതയ്ക്ക് തകരാറ് സംഭവിച്ചു പോയി. 75-ാമത്തെ വയസ്സിൽ പറഞ്ഞതായ വാക്തത്വം 25 നീണ്ട വർഷമാകുന്നിടത്തോളം അവൻ എവിടെയോ ഒരു തകരാറുകൾ നമുക്കതറിയാം. ഞാൻ അതിന്റെ വിവരണത്തിലേക്ക് പോകുന്നില്ല, അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അപ്പോൾ കർത്താവിന്റെ സമയമായപ്പോൾ, അഥവാ ഒരു വാക്തത്വം ദൈവം പറഞ്ഞാൽ നമ്മൾ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ നമുക്ക് അവിശ്വസിക്കേണ്ട, പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ 15-ാം വാക്യം മുതൽ താഴോട്ട് വരുമ്പോൾ കർത്താവ് അവനോട് പറയും. അപ്പോൾ പിന്നെ അവൻ പറയുകയാണ്, 100 വയസ്സോളം പ്രായമുള്ള എനിക്ക്, 90 വയസ്സോളം പ്രായമുള്ള എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞു ജനിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവൻ കവണ്ണ് വീണ് ചിരിച്ചതായിട്ടാണ് വേദോസം പഠിപ്പിക്കുന്നത്. 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, മെമ്രയുടെ തോപ്പിൽ അവൻ ഇരിക്കുമ്പോഴാണ് 3 പേര് അവനെ തേടി വരുന്നത്. ഒരു വലിയ ചരിത്ര സംഭവമാണല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കർത്താവിന്റെ ആത്മാവ് അവന് ദൂതൻ 3 പേര് ഇറങ്ങി വന്നിട്ട് അവനോട് പറയുന്നു, അടുത്തയാണ്ടിൽ ഈ സമയമാകുമ്പോൾ ഞങ്ങൾ മടങ്ങി വരും, അന്നേരം നിനക്കൊരു തലമുറയുണ്ടാകും. ഇന്ന് പകൽക്കാലം നിങ്ങൾ നോക്കണേ, ഇത് ഈ സമയം 99 വയസ്സ് പ്രായമുള്ള വയോവൃതനായൊരു മനുഷ്യനോട് സ്വർഗത്തിലെ കർത്താവ് പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമാകുന്നു. അങ്ങനെയാണെങ്കിൽ നാം വായിക്കുകയും കേൾക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഈ വചനം ദൈവമാകിയാൽ ഇതിനെ അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ഈ വചനം അതിവേഗം ഓടുകയും അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ചെന്ന് രാവിലെ ദൈവജനത്തെ കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ചിലത് ആരിലൊക്കെയോ ചെയ്യുവാൻ ദൈവാത്മാവ് തത്രപ്പെടുകയാണ്. ഉടരമ ഹതുരികിടകജന റേഖമനും ശാന്തരാധികര. ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ വാക്തത്വങ്ങൾ നിറവേറിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ചില ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഇടപെടുന്നു. സംശയിക്കരുത്. സംശയിക്കുന്നത് കൊടിയ പാപമത്രേ. നീ സംശയിക്കാതെ അതിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ വിചാരിച്ചിരിക്കാത്ത സമയത്ത് തമ്പുരാന്റെ കരം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പിക്കുകയാണ്, അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ന് രാത്രിയാണ്, ഇവിടെ പകലാണ്. രാത്രിയും പകലും ഏത് സമയമാണെങ്കിലും ദൈവപ്രവൃത്തി എവിടെയും ഏത് സമയം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ ഇവിടെ എലിസബത്ത് എന്ന പേരുള്ള ഒരു സഹോദരി, അവരെ കുറിച്ച് 6-ാം വാക്യത്തിന്റെ തുടക്കത്തിൽ വായിക്കുന്നത് നിങ്ങൾ നോക്കണേ. എന്ന പേര്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിന്മേൽ ദൈവ കൽപ്പനകളെല്ലാം അനുസരിച്ച് ഭക്തിയുള്ളവരും ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരുമായിരുന്നു.
അപ്പൊ നീതിയുള്ളവരാണ്, ഭക്തിയുള്ളവരാണ്, കൽപ്പന അനുസരിക്കുന്നവരാണ്. ഇതൊക്കെയും ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനില്ല കഴിയാത്തൊരു കുഞ്ഞുകാല് കാണുവാൻ ആഗ്രഹിച്ചിട്ട് രണ്ടുപേരും വയോവൃതരായി താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൂതൻ അവനോട് പറയുകയാണ്, നിനക്ക് നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും സ്തോത്രം, നിങ്ങൾ നോക്കണേ, ആ മനുഷ്യൻ പറയുന്നു, ഞാനിത് എന്തോന്നിനാൽ വിശ്വസിക്കും? എൻ്റെ ഭാര്യ പ്രായം ചെന്നവളാണ്, എനിക്കും വയസ്സ് ചെന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കണേ, ഈ പ്രായപരിധി നമ്മൾ തീരുമാനിക്കുന്നതാണ്. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ഏത് കാര്യവും എന്നിലും നിങ്ങളിലും പ്രവർത്തിപ്പാൻ കർത്താവ് സർവശക്തനാണ് എന്ന് ഈ പകൽ ഒന്നുകൂടെ അടി ഉറച്ച് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചരിത്രം നിങ്ങളുടെ മുൻപിൽ പറയുവാനുണ്ട്. ഞാനത് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പൈശാചി ശക്തി എൻ്റെ മുമ്പിൽ വന്ന് ഒരു മനുഷ്യൻ നിന്ന് സംസാരിക്കുന്നത് പോലെ നിന്റെ ഡെഡ് ബോഡി മാത്രമേ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് വെല്ലുവിളിച്ച ആ നിമിഷം കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് സാത്താനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ആ ദുരാത്മാവിന്റെ ശക്തി മാറി ഇന്നും ജീവനോടിരുന്ന് നിങ്ങളുടെ മുൻപിൽ വചനം പറയുവാനുള്ള ഭാഗ്യം സ്വർഗം എനിക്ക് തന്നു. അനേക ദൈവമക്കളുടെ മുമ്പിൽ ഈ നാളുകളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുകയാ. ഇതിന്റെ കാര്യം, ഞാൻ വിശ്വസിച്ചത് എൻ്റെ കർത്താവിനെയാണ്. എനിക്ക് ആയുസ്സിനെ തന്ന യേശു കർത്താവ് അത് എന്തിനും മതിയായവനെന്ന് ഞാൻ പൂർണ്ണമായി കണ്ടപ്പോൾ എൻ്റെ രോഗശൈലിയിൽ നിന്നും വിടിവിപ്പാൻ എൻ്റെ ദൈവം ശക്തനായിരുന്നു. പകൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, അനേക ദൈവമക്കൾ രോഗികളായി ഭാരപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരൊക്കെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ വിളിച്ചു പറഞ്ഞവരുണ്ട്. അനേകർക്ക് അത് വിടുതൽ നൽകുവാനിടയായി. ചിലർ ക്യാൻസർ രോഗികളായി, മറ്റു പല രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പലരും ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിലുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കർത്താവ് മരിച്ചിട്ടില്ല. മരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ജീവനോടെ ഇരുന്ന് നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നീതിയുള്ള ദൈവമക്കള്, കൽപ്പന അനുസരിക്കുന്നവര്, ശുശ്രൂഷ ചെയ്യുന്ന കുടുംബത്തിന്റെ ജീവിതത്തിൽ നിന്ന് പോരായ്മയാ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ താഴെ വായിക്കുമ്പോൾ നോക്കണേ, അവിടെ കാണുന്നത് 8-ാം വാക്യത്തില്, അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുകയാ. അപ്പൊ എല്ലാറ്റിനും ഒരു ക്രമമുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. പ്രാർത്ഥനയ്ക്കൊരു ക്രമമുണ്ട്, ആത്മീയ ജീവിതത്തിനൊരു ക്രമമുണ്ട്, സ്തോത്രം, ആരാധനയ്ക്കൊരു ക്രമമുണ്ട്, സകലതും ദൈവസന്നിധിയിലൊരു ക്രമമുണ്ട്. അനേകരിന്ന് ക്രമം തെറ്റിപ്പോകുന്നവരാണ്. കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഒരു പോരായ്മ കാണുന്നത്. ഇന്ന് പകൽ നീ കറക്റ്റായി ദൈവസന്നിധി പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ, എനിക്ക് മാത്രമേ എന്താ കർത്താവ് ഇങ്ങനെ? ഞാനും നിങ്ങളും ചോദിക്കാറുണ്ട്. പലപ്പോഴും പലതിനും ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ പറയും, കർത്താവേ എനിക്ക് മാത്രം എന്താ? പ്രിയരെ, നിനക്ക് മാത്രം എന്താ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു ചോദ്യം നിന്റെ മുമ്പിൽ ഒരു കാര്യം നിൽക്കുന്നത്, നിനക്ക് മറ്റുള്ളവരെക്കാൾ കഠിന പരിശോധനയോ കഠിനമായ പ്രതികൂലങ്ങൾ നേരിടുന്നെങ്കിൽ അവരെ വിളിച്ച വിളിയല്ല നിന്നെ വിളിച്ചത്. നിന്നെ ദൈവത്തിന് എന്തോ പദ്ധതിക്ക് വേണ്ടി, ആഴമായ ചില പദ്ധതിക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നതാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനുള്ളവർക്ക് അധികം പ്രയാസങ്ങൾ നേരിടും. നിന്റെ മേലിലാണ് പിശാചിന്റെ കണ്ണ്. എങ്ങനെയെങ്കിലും ബിരുദ തെറ്റിക്കുക, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റുക, ജീവിതത്തിൽ ഗതി പിടിക്കാതെയാക്കുക, സാമ്പത്തിക തകർച്ച വരുത്തുക.
നന്മകൾ വെളിപ്പെടാതിരിക്കുക, രോഗങ്ങൾ കൊണ്ടിടുക, മറ്റ് അസ്വസ്ഥതകൾ, വ്യക്തി ജീവിതങ്ങൾ, നുണപ്രചരണങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെയുള്ള അപരാധങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ നീ ഓർക്കണമേ, എന്തോ ഒരു വലിയ ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സമയമായി. ഇന്ന് പകൽക്കാലം ഉറച്ച് വിശ്വസിക്കട്ടെ, എൻ്റെ കർത്താവ് മറന്നു കളയുന്ന ദൈവമല്ല. മനുഷ്യൻ തമ്മിൽ മറക്കുമ്പോൾ നമ്മെ മറക്കാത്ത ഒരു ദൈവം ഈ പ്രഭാതവേളയിൽ അല്ലെങ്കിൽ ഈ രാത്രിയിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ദൈവജനം ധൈര്യപ്പെട്ട് ഓർക്കണം. യേശു ക്രിസ്തുവിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ കുടുംബത്തിന്റെ ക്രമപ്രകാരമുള്ള ജീവിതവും ശുശ്രൂഷയും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നോക്കണേ, ക്രമപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ അതിനകത്ത് ഇറങ്ങിയത്. സ്തോത്രം. അപ്പോ അവിടെ നമ്മൾ വായിച്ചു വരുന്നത് കാണുന്നത്, ക്രമപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവൻ നറുക്കു വീണു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മൾ വിട്ടുപോകുന്ന പല പദപ്രയോഗങ്ങളാണ് ഇവിടെ. പ്രാർത്ഥന. ഒരു ദൈവ പൈതൽ ശുശ്രൂഷിക്കുമ്പോൾ പുരോഹിതൻ അല്ലെങ്കിൽ സഭയിലെ പാസ്റ്റർ, ഇന്ന് കാണുന്നത് സഭയിലെ പാസ്റ്റർ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ വാട്സാപ്പിൽ കൂടെ മെസ്സേജുകൾ വിടുക, കളിക്കുക, ചിരിക്കുക, അട്ടഹസിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുന്ന അവസ്ഥകളിലേക്ക് പോകുന്നത് നമുക്കിന്ന് ഒരു സാർവത്രികമായ അവസ്ഥയിലേക്ക് ആത്മീയ കുളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവസന്നിധി എന്തോ ഒരു പിള്ളരുകളി പോലെ കാണുകയാ. അനേക ദൈവഭൃത്യന്മാര് തന്നെ ഇന്ന് എന്തിനോ വരുന്നു, പത്രവാർത്തകൾ കുറെ പറയുന്നു, ഇതൊക്കെ പറയുന്നു. മനുഷ്യന് ദാവീദിനെ കുറിച്ച് പറയുന്നു, ഗോലിയാത്തിനെ കുറിച്ച് പറയുന്നു, വിഷയം തീർന്നു. ആഴമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുവാൻ മനസ്സില്ലാതെ പോകുന്ന ചില കൂട്ടരുണ്ട്. ചിലര് പണത്തിനു വേണ്ടി മാത്രം, ചിലര് തമാശയായി ശുശ്രൂഷയെ കാണുകയാ. ജനങ്ങളും അതുപോലെ മര്യാദ കെട്ടുപോകുന്നു. ഇവിടെ നോക്കണേ, പുരോഹിതൻ ശുശ്രൂഷിച്ചു നിൽക്കുമ്പോൾ ജനസമൂഹം പുറത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സമൂഹം എഴുന്നേൽക്കേണ്ട ആവശ്യമാണ്. പ്രാർത്ഥന ഒരു മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത വിഷയമത്രേ. പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഹോദരന്മാരെ, എനിക്ക് ആത്മാവിൽ ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തണം. ആമേൻ. എൻ്റെ കർത്താവ് 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ 4-ാം യാമം തീരുന്നതിന് മുൻപേ നിന്റെ പ്രാർത്ഥന മുറിയിൽ നീ മുട്ടിന്മേൽ നിൽക്കുമെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം നിന്റെ ചെവികളിൽ കേൾക്കുവാനായി കഴിയും. ഏലിയാവ് കിടന്നുറങ്ങുമ്പോൾ ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ച് 2 പ്രാവശ്യം കലിന്മേൽ ചുട്ട അടയും സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന്, ഈ ലോകത്തിൽ ഒന്നുമുള്ള അടയല്ല, വെള്ളവുമല്ല, ദൈവത്തിന്റെ ദൂതൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. 2 പ്രാവശ്യം അവൻ കഴിച്ചു. വീണ്ടും കിടന്നുറങ്ങാൻ പോകുമ്പോൾ അവനോട് സ്വർഗം പറയുന്നു, ഇല്ല, നിനക്ക് ദീർഘദൂര യാത്രയുണ്ട്, ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഗോരയോളം ഓടാൻ പറഞ്ഞു. 40 ദിവസം യാത്രയാണ്. അവൻ നിൽക്കാതെ ഇരിക്കാതെ 40 ദിവസം ഓട്ടത്തിലാണ്. ഇന്ന് പകൽ ദൈവവൈതലേ, സമയം അസ്തമിച്ചിട്ടില്ല. നമുക്കൊരു വലിയ ദീർഘദൂര യാത്രയുണ്ട്. ആരെയൊക്കെയോ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗം ഒരുക്കുകയാണ്. അടകര ധനാജല അബ്ദുൽ കമാൻ ഘടകധനധികക്ഷ. സമയം വൈകിപ്പോയി, എല്ലാം കഴിഞ്ഞുപോയി, ഇനി എന്നാൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന പ്രിയ ദൈവവൈദ്യനോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാണ്. ഒന്നും തീർന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. അത് നിന്റെ മനസ്സിന്റെ മനോമുഖരത്തിൽ ദുഷ്ടൻ കൊണ്ടിടുന്ന ചിന്തകളാ. ഇന്ന് പകൽ ഇല്ലാത്തതിനെ ഉളവാക്കിപ്പിക്കുന്ന കർത്താവ്,
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുവാൻ ആമേൻ കഴിഞ്ഞെങ്കിൽ ആ ദൈവം ഇപ്പോൾ ഈ സമയം ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം ദൈവത്തിന് നമ്മിൽ അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഇല്ലാത്ത ശൂന്യതയിൽ സൃഷ്ടിപ്പാൻ അധികാരമുള്ളൊരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്. യോബിന്റെ പുസ്തകം 33 ഇത് കാണുകയാണ്. സൃഷ്ടിപ്പാൻ കഴിവുള്ള കർത്താവ്, സൃഷ്ടിക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ ദൈവം അത്രേ. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ക്രമപ്രകാരമുള്ളൊരു പ്രാർത്ഥനാ ജീവിതം. ആമേൻ. ക്രമം തെറ്റിയുള്ളതല്ല, ക്രമപ്രകാരം. നമ്മൾക്ക് ഒരുപാട് സമയം നമ്മൾ ദൈവം ലോകത്തിൽ തന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാ സമയങ്ങളും ഭൂരിഭാഗ സമയം നമ്മുടെ ഓരോ കാര്യാദികൾക്ക് വേണ്ടി വെമ്പൽ കൊണ്ട് ഓടുകയാ. ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ പ്രാപിക്കുവാനോ അത് മറ്റുള്ളവർക്ക് വിളമ്പുവാനോ കഴിയാതെ ഉള്ള സമയം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബം ദൈവസന്നിധിയിൽ ക്രമമായി, ദൈവജനമേ, സഭയ്ക്കകത്ത് പ്രാർത്ഥന വെളിപ്പെടട്ടെ. ശുശ്രൂഷകന്മാരോട് കർത്താവിന്റെ നാമത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ സഭയിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും. എത്ര മണിക്കാ? 10 മണിക്ക് തുടങ്ങുമെന്ന് പറയും. 11 11:30 വരും. 12:30 1 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് പോകാൻ വാച്ച് നോക്കി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയക്രമമല്ല നമുക്ക് വലുത്, പിന്നെ പ്രാർത്ഥന വെളിപ്പെടേണ്ടത് ആവശ്യം. വീട്ടിൽ പ്രാർത്ഥന വെളിപ്പെടട്ടെ. സഭാ ഹാളിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ആ ദൈവവൃത്തിനെ കർത്താവ് ഉപയോഗിക്കും. സഭയിൽ ഒരു വളർച്ചയുണ്ടാകും, കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകും, മറ്റൊരു കുടുംബ സഭയ്ക്കകത്ത് കയറി വരുവാനിടയാകും. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഈ പകൽ നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുമെങ്കിൽ ഒരു വലിയ കൊയ്ത്ത് നമ്മുടെ മുൻപിലുണ്ട്. കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെ അധികമുണ്ട്, പക്ഷേ വേലക്കാരോ ചുരുക്കം. വേലക്കാർ ഒരുപാടുണ്ട്, പക്ഷേ നല്ല വേലക്കാര്, ആകാത്ത വേലക്കാര് ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോ. നല്ല വേലക്കാര് വേണം. കഠിനാധ്വാനം ചെയ്യുന്ന വേലക്കാര്, പ്രാർത്ഥനയുള്ള ദൈവഭക്തന്മാര്, കർത്താവിന്റെ പാദപടം ഇരിക്കാനുള്ളവര്. ദൈവം 12 പേരെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ പാദപീഠത്തിൽ ഇരിപ്പാനും ആദ്യം ഇരുത്തി, പിന്നെ അവർക്ക് കൊടുത്തു. അവരെ ഈ രണ്ടായി പറഞ്ഞയച്ചു. പാദപീഠത്തിൽ ഇരിക്കുവാൻ ഇഷ്ടമില്ലാതെ പോകാൻ മാത്രം ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് കർത്താവിന് വലുതൊന്നും ചെയ്യാനില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ക്രമപ്രകാരമുള്ള ശുശ്രൂഷയുടെ നടുവിൽ പ്രാർത്ഥന വെളിപ്പെടട്ടെ. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൂതൻ അവിടെ ഇറങ്ങി വന്നത്. കുടുംബം നീതിയുള്ളവരാ. പ്രായം ചെന്നതൊന്നും വിഷയമല്ല, മാനുഷിക രീതിയിലാണ്. എന്നാൽ ദൈവത്തിന് അവരെ അനുഗ്രഹിപ്പാൻ സമയമായപ്പോൾ പേര് സഹിതം, കുഞ്ഞിന്റെ പേര് നമ്മളാ പലപ്പോഴും ഇടുന്നത്, ഇത് അതല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ പേരിടുകയാണ്, യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. അത് അവിശ്വാസം അവന്റെ ഉള്ളിൽ കയറിയപ്പോൾ ദൂതൻ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഹെബ്രിയേലാകുന്നു. എത്ര ആധികാരികമായിട്ടാണ് ആ ദൂത്. നിന്നെ ശബ്ദോർത്തമാനം അറിയിപ്പാൻ ദൈവം എന്നെ നിന്റെ അടുക്കൽ അയച്ചതാ. നീ അത് വിശ്വസിക്കാതെ കൊണ്ട് നിനക്ക് ആ കുഞ്ഞ് ലഭിക്കുന്നത് വരെയും നീ മൗനമായി, അഥവാ ഊമനായി, സംസാരിപ്പാൻ കഴിയാതെ ആംഗ്യം മാത്രം കാണിച്ചുകൊണ്ട് ഇരിക്കും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അവന് ഈ പ്രസവിക്കുന്ന വേള വരെയും അവൻ മൗനമായി ഒളിച്ച് പാർത്തു എന്നാണ്. അവിശ്വാസം വന്നാൽ ചിലപ്പോ ആരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ഒളിക്കേണ്ടതായിട്ട് രംഗം വരും. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ സമയമായപ്പോൾ അവൾ ഗർഭം ധരിച്ചു, മനോഹരമായൊരു കുഞ്ഞിനെയും പ്രസവിച്ചു. ആമേനാൽ ഗർഭത്തിൽ കിടക്കുമ്പോ തന്നെ അവൻ ആത്മാവിൽ നിറയുമെന്ന് പറഞ്ഞു. മറിയ വന്ന വന്ദനം പറഞ്ഞപ്പോൾ ആ കുഞ്ഞു പൈതൽ ഗർഭാശയത്തിൽ വെച്ച് ആത്മാവിൽ നിറയുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങള് ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കുക. പ്രായപരിധി എല്ലാം പോട്ടെ. അനീഷ് പാഷ എന്നോട് ഇന്നലെ പറഞ്ഞു, എന്നോട് ദൈവാത്മ പറഞ്ഞു അദ്ദേഹത്തിന് തലമുറയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെ ചോദിക്കുക എന്ന് മടിച്ചിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് താമസിച്ച വിവാഹം കഴിഞ്ഞത്, കുഞ്ഞായിട്ടില്ല,
അപ്പോൾ ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ദൈവമക്കള് എളിയവരെ ശുശ്രൂഷ വേളയില് 15 വർഷം, 18 വർഷം, 20 വർഷം ഒക്കെ പ്രായമായ, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർ എളിയവന്റെ മുമ്പിൽ വന്നിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് അവരെല്ലാം തലമുറകള് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പോലും പ്രാർത്ഥിച്ചപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു കുഞ്ഞിന് ഡെഡിക്കേഷൻ നടക്കുകയാ. മക്കളില്ലാതെ 15 വർഷം ഇരുന്നവരാ. ഞാൻ പറയട്ടെ, അവര് പ്രായമായി പോയെന്ന് പറഞ്ഞവരാ. എന്നാൽ ഒരു ആൺകുഞ്ഞിനെ അവർക്ക് ദൈവം കൊടുത്തു. ഇന്ന് ഡിഗ്രി കഴിഞ്ഞ പിള്ളേർ വരെയുണ്ട്. അനേകർക്ക് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ അനീഷ് പാസ്റ്ററെ താമസമൊന്നുമായിട്ടില്ല. വിശ്വസിക്കുമോ ഈ വചനത്തിന്റെ ആത്മാവ്? ആമേൻ. ഉദരങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. ഹാലൂയ്യ. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാൻ ഞരമ്പുകൾക്കും അസ്ഥികൾക്കും മാംസപേശികൾക്കും ബലം പകർന്ന്, ഊർജം പകർന്ന് സ്വർഗത്തിലെ ദൈവം ഉൽപാദനം നൽകുന്ന ഒരു ദൈവമാണ്. വിശ്വസിച്ചാൽ സ്വർഗം ഈ വചനത്തിന്റെ ശക്തി അയച്ച് അത്ഭുതം നടത്തുവാൻ മതിയായവനാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, എന്റെ സമയം ഇവിടെ അവസാനിപ്പിക്കുന്നതിനാകയാൽ നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം. സഖറിയാവിനെ പോലെ അവിശ്വസിച്ച് നാമും ശിക്ഷ അനുഭവിക്കാതിരിക്കേണ്ടതിന്, വിശ്വസിച്ച് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കുണ്ടാകാതിരിപ്പാൻ ഈ പകൽക്കാലം ഒന്നുകൂടെ കർത്താവിനെങ്കിലേക്ക് വരാം. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സമയം ഒരുക്കി തന്ന അനീഷ് പാസ്റ്റർക്കും ഈ സംഘാടകർക്കുള്ള നന്ദി കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കട്ടെ, വളർത്തട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ദാസൻ വിശ്വാസത്തെക്കുറിച്ചാണല്ലോ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ജോബിൻ പാസ്റ്റർ അവൈലബിൾ ആണെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്കറിയാം, ഈ എബ്രായ ലേഖനം പൗലോസ് എഴുതിയതാണെന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ എല്ലാ ലേഖനങ്ങളുടെയും പൗലോസ് എഴുതിയ 10-12 ലേഖനങ്ങൾക്ക് ശേഷമാണല്ലോ. പക്ഷേ ഈ വേദപഠിതാക്കളും പണ്ഡിതരും ഒക്കെ പറയുന്ന പൗലോസ് അല്ല എഴുതിയത് എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ലേഖനമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഒരു പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഒരു പുരോഹിതൻ, അന്നത്തെ ഒരു യഹൂദ പുരോഹിതൻ, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന കർത്താവിനെ സ്വീകരിച്ച ആദിമസഭയിൽ വന്നപ്പോൾ അദ്ദേഹം ആയിരിക്കാം എഴുതിയതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ യാഗത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട്, ന്യായപ്രമാണത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ഒരു പുരോഹിതൻ എഴുതുന്ന രീതിയിൽ, പുരോഹിതൻ്റെ ഭാഷയിലൊക്കെയാണ് അദ്ദേഹം എഴുതിയതെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ തന്നെ, വിശ്വാസം എന്താണെന്ന് തന്നെ 11-ാമത്തെ അധ്യായത്തിൽ എഴുതുന്നുണ്ട്. പിന്നെ വിശ്വാസത്തെക്കുറിച്ച് വളരെ ആഴമായിട്ട് ആണല്ലോ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസത്താൽ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച പിതാക്കന്മാരെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ടും വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ എഴുതിയിരിക്കുന്നത് നമ്മളെ വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നതിന് വേണ്ടി എബ്രായ ലേഖന കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണല്ലോ. അതുപോലെ തന്നെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെ ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നതിനായിട്ടുള്ളൊരു ആഹ്വാനമാണല്ലോ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ സഖറിയാവ് ആ വിശ്വാസത്തിൽ അല്പം അവിശ്വസിച്ചതുകൊണ്ട്, ഇത്രയും പ്രായമുള്ള എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകുമെന്നൊക്കെ അവിശ്വസിച്ചതുകൊണ്ട് മൂകനായിപ്പോയി. ഇനി നീ കുറേ നാൾ ഇനി ഇത് കാണുന്നവരെ നീ സംസാരിക്കുകയേ വേണ്ട എന്നുള്ള രീതിയിൽ മൂകനായിപ്പോയി എന്നൊക്കെയാണല്ലോ നമ്മളിന്ന് കേട്ടത്. പ്രിയമുള്ളവർ, ഇന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ചർച്ചകളിലൊക്കെ ആണെങ്കിലും എല്ലാം ഒരു സീരിയസ്നെസ് ഇല്ലാതെ ദേവദാസന്മാരാണെങ്കിലും ആ ദൈവിക വിളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിലുപരിയായിട്ട് ലോകത്തിൻ്റെ പിന്നാലെ ധാരാളം താല്പര്യത്തോടുകൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൊക്കെ വളരെയധികം ശക്തി പ്രാപിക്കുകയും പൗലോസ് പറയുന്ന പോലെ ഉയരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും, ദേവദാസന്മാരും വിശ്വാസികളും എല്ലാവരും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതാണല്ലോ
നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഇന്ന് അതിൻ്റെയൊക്കെ പ്രാധാന്യം മാറിയിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ എല്ലാവരും ചർച്ചകളാണെങ്കിലും ഈവൻ ഉപദേശങ്ങളാണെങ്കിലും എല്ലാം അതിനു വേണ്ടിയൊക്കെയാണല്ലോ ഇന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആപത്തിലൊന്നും ചെന്ന് പെടാതെ ഏകാഗ്രമായിട്ട് പൗലോസ് ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നതിനോ അതിൽ പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കേട്ടല്ലോ. അങ്ങനെ വിദേശത്തു നിന്നുള്ള സഹായമോ അല്ലെ ചർച്ചോ കൂടിൻ്റെ സഹായമോ ഒന്നുമില്ലാതെ കർത്താവിൻ്റെ ദാസൻ ആ കർത്താവിൻ്റെ വിളി കേട്ട് തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ വെളിച്ചത്തിൻ്റെ തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ ഒരു നിയോഗത്തിൻ്റെ വെളിച്ചത്തിൽ, ദൈവിക നിയോഗത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് ആ ഒരു പ്രവർത്തനം നടത്തുകയാണല്ലോ. 10-20 വർഷം മുമ്പ് ആ നല്ല സുഖം, മാനസികമായ നല്ല സുഖമില്ലാത്ത ആ ഒരു മാതാവും 3 വയസ്സുള്ളൊരു കുഞ്ഞും കൂടെ വന്നു. അവരെ അവിടെ ആ സ്വന്തം ഭവനത്തിൽ താമസിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്ത് ആ കുട്ടി ഇന്ന് 23 വയസ്സുള്ളൊരു കുട്ടിയായിട്ട് അടുത്ത ഈ മാസം വിവാഹമൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണല്ലോ. എത്ര ഉദാത്തമായിട്ടുള്ള ഒരു സേവനമാണ് കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്നത്. നമ്മൾ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളെ കഴിയുന്ന കൈത്താങ്ങലുകൾ നൽകുകയും വേണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട, അല്ലെങ്കിൽ ആ മാതാവിനും ആ കുട്ടിക്കും യാതൊരു നിവൃത്തിയുമില്ലാതെ ആരോരുമില്ലാതെ അവരെന്തായി തീരുമായിരുന്നു നമുക്ക് അറിയാൻ വയ്യ. നമ്മൾ ആ കുടുംബം ഉള്ളവർ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കുടുംബം ഉള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് വേണ്ട സഹായം ലഭിക്കാതെ ഒരു മാതാവും, കോട്ടയത്തിനടുത്ത് ഒരു മാതാവും 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രെയിന് മുന്നിൽ ചാടിയതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എത്ര ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കർത്താവിൻ്റെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? വിശ്വാസത്താൽ ആ പ്രവർത്തനങ്ങളിലേക്കൂടെ നമുക്ക് പോകാം. അതുകൊണ്ട് കർത്താവ് എൻ്റെ ദാസനെയും കുടുംബത്തെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള താമസിക്കുന്ന അന്തേവാസികളെ അവരെയും കർത്താവ് ധാരാളമായിട്ട് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തൊരുമിച്ച് ഐക്യമത്യത്തോടുകൂടെ നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഷിക്കാഗോ പ്രയലിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന് എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു.